എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു വ്ളോഗാണ് കേട്ടോ. റെസിപ്പി വീഡിയോസ് ഒന്നുമല്ല. ഇത് ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഇതൊന്ന് കാണിക്കാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ വീട് വരെയുള്ളൊരു വഴിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർ പോവുകയോ വരവോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് ആൻറ്റീൻ്റെ വീടാണ്. ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാനും മമ്മിയും കൂടെ വൈകുന്നേരം ആയപ്പം. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് നല്ല അടിപൊളി ചക്കയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചക്കയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീട് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാറപ്പുറത്താണ് കേട്ടോ ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് നേരെ താഴേക്ക് ഒരു വലിയൊരു പാറ തന്നെയാണ് കേട്ടോ. ആ പാറയിൽ കൂടെയാണ് റോഡും. അപ്പോൾ ഞാനത് പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തില്ല. ഇപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അത് ഓർമ്മ വന്നത്. അതും കൂടി ഒന്ന് എടുക്കാമായിരുന്നു എന്നുള്ളത്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു പാറപ്പുറത്തുള്ള വീട്ടിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നിരുന്നപ്പോഴാണ് ആൻറ്റി നല്ല അടിപൊളി ബ്ലോക്ക് ചക്കയാണ് കേട്ടോ. നല്ല മധുരമാണ്, നല്ല കളറുമാണ് ഈ ഒരു ചക്കയ്ക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതും അതേപോലെ ഒരു ഓർമ്മകൾ ഉണർത്തുന്നൊരു മാവാണേ. കോമാവെന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല ഒരു കുറച്ച് ചുവപ്പ് കളറൊക്കെ ആയി വരുന്നൊരു കോമാങ്ങയാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം നല്ല പോലെ ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ മാങ്ങയാണെങ്കിലും സംഭവം നല്ലോണം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ കുറേ എണ്ണം പൊഴിഞ്ഞു പോകുന്നുമുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. ചില ചൂടൊക്കെ കാരണമായിരിക്കും. ഇത് കണ്ടോ പാറയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പാറേൻ്റെ മുകളിലുള്ള കുറച്ച് മണ്ണിലൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായി നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വിശാലമായൊരു അടിപൊളി വലിയൊരു മാവ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പാലൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ വഴിയാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാ മാങ്ങ നിലത്ത് പൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഞാനത് കാണിച്ചു തരാം. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു പാറപ്പുറത്ത് കൂടെ ഈ ഒരു ഇടത് സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ ഈ പാറയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഇതേമാതിരി തന്നെ പറമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കോമാങ്ങ. പക്ഷേ ഇത് കേടാണ് കേട്ടോ. ആ ഒരു അതുകൊണ്ടായിരിക്കണം ഇതൊക്കെ കൂടെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. അതെന്തായാലും പിന്നെ ഈ ഒരു ചൂട് ഭയങ്കര ചൂടുമാണല്ലോ ഇപ്പം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. ഏതായാലും മാങ്ങ എല്ലാം ഒന്നും പിടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇതാ കുറേയൊക്കെ തൊഴിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ആൻറ്റിക്കൊക്കെ ഒരു പന്നി ഫാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ അവർക്കൊരു തൊഴുത്തും ഒരു പശുവൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു ആ പന്നീനെയൊക്കെ വളർത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും പന്നിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ സാധാരണ പറമ്പ് പോലെയൊക്കെ തന്നെയാണ്. തെങ്ങും അതേപോലെ തന്നെ കൊക്കോയും ഒക്കെയാണ് കേട്ടോ ഇതിലേക്കൂടെ. അപ്പോൾ ഇവിടെ സ്റ്റെപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതാ ഇതുപോലെ കല്ലുകൾ മാത്രം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അത്രയും ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കുത്തനെ കയറണം. ഇതുപോലുള്ള ഈ ഒരു കല്ലിൻ്റെ സ്റ്റെപ്പിൽ കൂടെ തന്നെ ഇതാ ഈ ഒരു സൈഡിൽ കൂടെയാണ് ഇങ്ങനെ വഴി പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളകിയും പറഞ്ഞും ഒക്കെ ഇരിക്കുന്ന കല്ലുകളിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു മമ്മി മാത്രമായിരിക്കും ഈ ഒരു വഴി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇപ്പം ഇവിടെ നിന്നൊന്നും ആരും മുകളിലേക്ക് അങ്ങനെയൊന്നും വരാറില്ല. ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഈ നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ വിറ്റ് പോയതുകൊണ്ട് തന്നെ മമ്മിയും ആൻറ്റിയും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു വീട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീട് വരണമെങ്കിലത്തെ ഒരു ഡിസ്റ്റൻസും കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആൻറ്റീൻ്റെ തന്നെയാണ്. ഇതൊക്കെ അവരുടെ കൊക്കോയും തെങ്ങും ഒക്കെയാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തൊന്നും ഈ ഒരു കൊക്കോയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏതായാലും ഞങ്ങളിതാ ഈ ഒരു കല്ലിനകത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒന്നെങ്കിൽ മറ്റേ കാട്ടുകോഴി ഉണ്ടല്ലോ അതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ എന്തോ ഒരു സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അത് എന്താണെങ്കിലും അത് പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഞങ്ങളിതാ ഇതിലേക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നോക്കുമ്പോൾ ഉണ്ട് ഒരു ചക്ക ഇതാ അങ്ങനെ ആൻറ്റി ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴെ ചെന്നപ്പോൾ ആൻറ്റിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻറ്റി ഇവിടെ ഒരു ചക്ക ഇരിപ്പുണ്ടല്ലോ എന്ന്. അപ്പോൾ ആൻറ്റി വേവിക്കാൻ വേണ്ടി പറിച്ചതാണ്. പക്ഷേ അത് നല്ലപോലെ പഴുത്ത് പോയതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോയതാണേ. അപ്പോൾ ഇത് വരിക്കച്ചക്കയല്ല, നമ്മുടെ പഴഞ്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ കുട്ടികൾക്കുള്ളതാണെങ്കിലും നമുക്കിത് കൊടുക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ആൻറ്റി ഞങ്ങൾക്ക് തന്ന ചക്ക ഇതല്ല കേട്ടോ, താഴെയാണ്, അത് വേറെ പ്ലാവാണ്. അപ്പോൾ ഏതായാലും ആ ചക്കേനെയൊക്കെ കണ്ട് ഞങ്ങളിതാ ഇതിലേ ഇങ്ങനെ പോവുകയാണേ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെയൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് സമയം അധികം വേണം. പണ്ടൊക്കെ ഞങ്ങൾ ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് ടി വി മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൻറ്റീൻ്റെ വീട്ടിൽ വാങ്ങുന്നതിന് മുന്നേ വേറെ ഇതിനും ദൂരെയുള്ളൊരു വീട്ടിലായിരുന്നു. പക്ഷേ എന്നാലും ആദ്യമായിട്ട് ഈ ഒരു നമ്മുടെ ഇവിടെ ടി വി മേടിച്ചത് ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശനി ഞായറും ഒക്കെ ടി വി കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഒരൊറ്റ പാച്ചിലാണ്. ഒരൊറ്റ ഓട്ടത്തിന് ഞങ്ങളിവിടെ എത്തും. തിരിച്ചും അതേമാതിരി തന്നെ. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ ഇല്ല കേട്ടോ.
ഈ ഒരു വഴിയിൽ കൂടെ ഒക്കെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒത്തിരി ഇല്ലി ഉണ്ടായിരുന്നു, ഇല്ലിക്കൂട്ടങ്ങൾ അതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പം മറിഞ്ഞ് വീണ് പോയിട്ടുമുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പാറ തന്നെയാണ് കേട്ടോ. ആ പാറേൻ്റെയൊക്കെ സൈഡിൽ കൂടെ മാത്രമാണ് ഇതിലിങ്ങനെ പോണത്. പിന്നെ ഇത് നനച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു തെങ്ങിൻ്റെ തോപ്പും ഈ ഒരു കൊക്കോയും ഒക്കെ, അതായത് സ്പ്രിങ്ക്ലറൊക്കെ പാപ്പൻ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ഇതാ പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ. ഒന്നാമത്തെ ഫുള്ള് കരിയിലയാണ്, ഒന്നങ്ങോട്ട് ചവിട്ടിയാൽ മതി തെറ്റിയടിച്ച് വീഴുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലെ കല്ലും മര്യാദയ്ക്കുള്ളൊരു വഴി പോലും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരുപാടൊന്നും നടക്കാതെ ഇപ്പം നടന്ന ശീലമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്കൂടെ ഒന്നും നടക്കാൻ തന്നെ പറ്റത്തില്ല കേട്ടോ. എൻ്റെ മക്കളൊക്കെ ഇതിലേക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അവർക്ക് ഇതിലേക്കൂടെ ഒന്നും നടക്കാൻ തന്നെ അറിയത്തുമില്ല. പക്ഷെ എന്നാലും അവർ നടക്കാതെ ഇങ്ങോട്ടും അങ്ങനെ ഇറങ്ങി വരാറൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇതിലേക്കൂടെ അല്ല, മുകളിൽ കൂടെ വേറെ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയൊന്നും ആരും യൂസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, പാല് വാങ്ങാൻ പോകാൻ മമ്മി മാത്രമാണ് കേട്ടോ ഈ ഒരു വഴി യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് ഇതേപോലെ കൊക്കോയും അതിനിടയിൽ കൂടെയൊക്കെ ജാതിയും പിന്നെ കുറച്ച് തെങ്ങ്, കവുങ്ങ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആരും പറിക്കുക പോലും ചെയ്യാത്തതാ കുറേ ചാമ്പയ്ക്ക കിടപ്പുണ്ട് കേട്ടോ. ഇത് പൊഴിഞ്ഞ് തീർന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ മഴ പെയ്ത ഒരു സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നിറച്ച് പുഴുവാണ്, കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇത് മഴ പെയ്യുന്നതിന് മുന്നേ നല്ല പോലെ പുഴുവൊന്നും ഇല്ലാത്തതായിരുന്നു കേട്ടോ. ഞാൻ കണ്ടതല്ല, പക്ഷേ എൻ്റെ വീട്ടിൽ മുറ്റത്തുണ്ടായിരുന്നു. അതിൽ അന്ന് പുഴുവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം വീട്ടിലുള്ളതിലും ഈ പറഞ്ഞ മാതിരി തന്നെ മഴ പെയ്തുകൊണ്ട് നിറച്ച് പുഴുവാണ്. പക്ഷേ കാണാൻ കൊള്ളാം, കഴിക്കാൻ വേണ്ടി കൊള്ളത്തില്ല കേട്ടോ. ഏതായാലും ഞങ്ങളിതിൽ വരുന്ന വഴിക്ക് ആൻറ്റി പറഞ്ഞായിരുന്നു വിട്ടത്, അവിടെ ഒരു മാവുണ്ട്, ഒരു നാട്ടുമാവാണ്, അതിൽ നല്ലപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ആ മാവാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കത് ഞാനിപ്പോൾ സൂം ചെയ്ത് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഏതായാലും ആൻറ്റി പറഞ്ഞു കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നല്ലതായിരുന്നു, പക്ഷേ പറിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഞങ്ങൾ അതൊക്കെ കണ്ട് വെള്ളം ഇറക്കി ഞങ്ങൾ പോവുകയാണേ. ഇത് ഞങ്ങളുടെ ഒരു പുളിമരമായിരുന്നു കേട്ടോ. ഞങ്ങൾ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് എറിഞ്ഞ് പറിച്ച് തിന്ന് നടന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് വീടിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. പാപ്പൻ്റെ വേറൊരു പാപ്പൻ്റെ വീട്, പപ്പേൻ്റെ അനിയൻ്റെ വീടായിരുന്നു. ഇപ്പം അവരവിടെ അല്ല താമസിക്കുന്നത് കേട്ടോ. അവർ താഴോട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പം ഇപ്പം ഇവിടെ ഇതിനിടയ്ക്ക് ആരുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് നോക്കിയാൽ അറിയാം കേട്ടോ, കംപ്ലീറ്റ് ഇതുപോലത്തെ കല്ലും അതേപോലെ പാറയും ഒക്കെയാണ് കേട്ടോ. ഏതായാലും വഴിയൊന്നും ഇല്ലാത്ത വഴി കൂടെയൊക്കെ തന്നെയാണ് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങളിതാ കുറച്ചും കൂടെ ഒരു തെളിവായിട്ടുള്ളൊരു സ്ഥലം എത്തിയിട്ടുണ്ടേ. അപ്പം നല്ല തണലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. രണ്ട് ജാതി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം രണ്ട് വലിയ ജാതിയാണ് ഇത്. ഒത്തിരി പ്രായമുള്ളൊരു ജാതി തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ നടക്കണം ഓടും സമയത്തൊക്കെ ഉള്ള ഒരു ജാതി തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഇപ്പം സീസൺ അല്ല, അതുകൊണ്ടാണ് ഇതിലും മേൽ കായൊന്നും ഉണ്ടാവാത്തത്. അല്ലെങ്കിൽ നിറച്ചും കായൊക്കെ ഉണ്ടാകുന്ന ഒരു അടിപൊളി ജാതിമരം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ മമ്മി പറയുന്നുണ്ട് അതിനിടയ്ക്ക് പൂവുണ്ടായിട്ടുമുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ മമ്മി അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിതൊന്നും കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. ഇതാണ് കേട്ടോ ജാതിൻ്റെ പൂവ്. കണ്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പൂവാണേ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ കണ്ട് മടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഈ ഒരു സൈസിലായിട്ടേ ഉള്ളൂ. നമുക്കിതൊന്നും മൂത്തിട്ടൊന്നുമില്ല, ഈ ഒരു സൈസായിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജാതിമരമൊക്കെ കടന്ന് ഞങ്ങൾ വീണ്ടും പോവുകയാണേ. ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുകളിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ തന്നെ പൊതിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിറച്ച് ചകിരിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ചു മമ്മി എങ്ങനെ ഇതിലേക്കൂടെ ഒറ്റയ്ക്ക് പോവുകയും ചെയ്യുന്നത്. അത് അവിടെയാണ് കേട്ടോ ഒരു വീടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇല്ല, പാപ്പേൻ്റെ അനിയനായിരുന്നു. പക്ഷെ അവർ ഇപ്പം ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്.
നടക്കുന്ന വഴി മുഴുവനും കരിയിലയാണ് കേട്ടോ. ഇതാ കുറേ ചകിരിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ തന്നെ കൊണ്ടുപോകും. കാരണം മഴക്കാലമായി കഴിയുന്ന സമയത്ത് നമ്മൾ ജാതിക്ക ഉണങ്ങാനും അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുകപ്പുരയിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മമ്മി പറയുന്നത് ഇത് ചാക്കിലാക്കി ഇത് മുകളിലോട്ട് ഇത് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടിടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ആഴമുള്ളൊരു സൈഡിൽ കൂടെയാണ് കേട്ടോ ഇതിലേ പോണത്. ഒരു തോട് പോകുന്നുണ്ടേ. അപ്പം ആൻറ്റി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുരിങ്ങക്കായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാടൻ മുരിങ്ങക്കായാണ്. അതൊക്കെ പിടിച്ചാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മരത്തിൻ്റെ കായാണേ. കായെന്നാണോ പറയേണ്ടത് പൂവെന്നാണോ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ നല്ല രസമാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല പമ്പരം പോലെ ഇങ്ങനെ കറങ്ങിയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടൊക്കെ ഇത് ഇങ്ങനെ പെറുക്കി ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് അങ്ങോട്ട് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറന്നിങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഒന്നും പിന്നെ ആരും ഇങ്ങോട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാറുമില്ല. ആരും ഒട്ട് ഈ വഴിക്കോട്ട് പോകാറുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെ ഉണ്ട് വലിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ആ ഒരു സ്ഥലത്തുള്ളത്. ഇതുപോലെയുള്ള സ്റ്റെപ്പൊന്നും ഇപ്പം കാണാൻ തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. ഏതായാലും ഇവിടെയൊക്കെ മാത്രം ഈ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളിങ്ങനെ വന്ന് ഏകദേശം ഒരു കുറച്ചെങ്കിലും ഒരു റോഡ് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് ചുറ്റിനും കാണാൻ കഴിയുന്നത് ഈ ഒരു കൊക്കോയും ഇങ്ങനത്തെ സാധനങ്ങളും മാത്രമാണ് കേട്ടോ. ഇനി ഇതാ ആ ഒരു കുന്നിൻ്റെ മുകളിൽ റബ്ബറുണ്ട്. നമ്മൾ ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ തോടുള്ളത്. അപ്പോൾ ഇതാ കുറേ ഭാഗം മമ്മി പറയുന്നുണ്ട് ഇപ്പം ഓരോ തവണ വരുന്നവരും അവിടെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടെന്ന്. അവിടെ ഉണ്ടല്ലോ ശരിക്കും ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതൊക്കെ കുറേയൊക്കെ ഇടിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. മുള്ളമ്പൊത്തുനിന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അതിനുള്ളിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. ഈ വേനലൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു തോടിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ നിന്നാണ് കേട്ടോ ഞങ്ങളും വെള്ളം എടുക്കുന്നത്. അപ്പോൾ താഴോട്ടൊക്കെയുള്ള പാപ്പന്മാരുടെ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും ഈ ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. നമ്മൾ വലയൊക്കെ ഇട്ട് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കാറ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു ലൈറ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. നമ്മൾ ഈ രാത്രിയിലൊക്കെ ഉണ്ടല്ലോ ഇതിലേക്കൂടെയൊക്കെ ഫുള്ള് പന്നിശല്യവും മുള്ളം പന്നിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻസറും കൂടെ വർക്ക് ചെയ്തിട്ടാണോ അതെയോ അല്ലാതെ എനിക്ക് തോന്നുന്നത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇത് തന്നെ കത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. സെൻസർ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇത് തന്നെ കത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ പന്നിയിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോളാർ ആയതുകൊണ്ട് തന്നെ നമുക്കത് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് കത്തുകയും ചെയ്തോളും. പക്ഷേ ഏതായാലും മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു അതിനകത്തൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അതാ അവിടെ ആ ഒരു ഷീറ്റ് ഇട്ട സ്ഥലമാണ്. അപ്പോൾ ഇപ്പം വീടിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ ഒരു 2 ദിവസത്തേക്ക് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീടിൻ്റെ പണിയും കാര്യങ്ങളും പൊടിയൊക്കെയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളത് കാണിക്കുന്നുമില്ല. അപ്പോൾ ഇതാ ഏകദേശം ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു സ്റ്റെപ്പും കൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നും റെസിപ്പി വീഡിയോസൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഒരു വീഡിയോ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.